الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. പ്രപഞ്ചനാഥനായ അള്ളാഹു നാം ഏവരെയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുത്തഖികളും വഹീദുകളുമായി ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച വചനങ്ങൾ 25-ാം അധ്യായം അൽ ഫുർഖാനിലെ 27 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു നിശ്ചിത കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വൈകാതെ നാം ഇവിടെ നിന്ന് യാത്ര പോകും. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചെന്ന് ചേരുന്ന ലോകത്തിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുക. ബർസഖിയായ ലോകം, മരണത്തിന്റെയും ഖിയാമത്ത് നാളിന്റെയും ഇടയിൽ വരുന്ന ആ കാലമാണ് ബർസഖ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഖിയാമത്ത് നാൾ വരെ അവർക്ക് മരണാനന്തരം ഒരു ബർസഖ് ഉണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഖിയാമത്തായി കഴിഞ്ഞാൽ
നമ്മളെല്ലാവരും ഒരു സംശയവും വേണ്ട അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സ്ഥലത്തിനാണ് മഹിഷർ എന്ന് പറയുക. മരണാനന്തര ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു, സന്തോഷമാകട്ടെ പ്രയാസങ്ങളാകട്ടെ, അതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വഹിയിലൂടെ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ കുറെ അധികം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന് പുറമെ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തികച്ചും ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളാണത് മുഴുവനും. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്ന കൂട്ടത്തിൽ സന്തോഷത്തിന്റെ ഒരുപാട് മേഖലകൾ, രംഗങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പമോ അതിലേറെയോ സങ്കടങ്ങളും വിലാപങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള വിലാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിലാപമാണ് ഈ വചനങ്ങളിലെ ആദ്യത്തെ 3 വചനങ്ങൾ. അവസാനത്തെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരാമർശമാണ്. ഇതാണ് ഈ 4 വചനങ്ങളും ഉൾക്കൊള്ളുന്നത്. വയൗമ യഅബ്ബു ളാലിമു അലാ യദൈഹി, അക്രമിയായ മനുഷ്യൻ തന്റെ കൈകൾ കടിക്കുന്ന ദിവസം. യഖൂലു, അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, ഞാൻ റസൂലിന്റെ ഒപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലത്ത, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാലിന്ന ആളുകളെ ഞാൻ സ്നേഹിതനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും എത്ര നന്നായേനെ. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് ബോധനം വന്നു കിട്ടിയതിന് ശേഷം അവൻ എന്നെ അതിൽ നിന്ന് അകറ്റിക്കളഞ്ഞു, പിഴപ്പിച്ചു കളഞ്ഞു. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, പിശാച് മനുഷ്യനെ കൈവെടിയുന്നവനാണ്. വഖാല റസൂലു, റസൂല് പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, എന്റെ ഈ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനെ അവർ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു, തള്ളിക്കളഞ്ഞവരാകുന്നു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. ആദ്യത്തെ 3 വചനങ്ങൾ വിലാപമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു വല്ലാത്ത വിലാപം തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നാം തന്നെ അത് നോക്കുമ്പോൾ അതിൽ വരുന്ന പാളിച്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ കൈ കടിച്ച് കുടയാറുണ്ടിച്ചോ, ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതാണ്. ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നിടത്തും ഒരു വിഷയം തീരുമാനിക്കുന്നിടത്തും എല്ലാം ഈ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിലോ വളരെ സന്തോഷം നമ്മുടെ മനസ്സിനുണ്ടാകും. ഇതുപോലെ ഈ ലോകത്ത് ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ കൈ കടിച്ചു കുടയുന്ന അവസ്ഥ സംജാതമാകണോ, അതല്ല സന്തോഷത്തിന്റെ അവസ്ഥ സംജാതമാകണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വചനങ്ങൾ കൂടിയാണ് എന്നോർക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കാതെ, പ്രമാണങ്ങളുടെ പിൻബലം അന്വേഷിച്ചു പോകാതെ, മറ്റുള്ളവരുടെ ദുർബോധനങ്ങൾക്ക് ചെവി കൊടുത്ത് അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് അവരെങ്ങോട്ട് നയിച്ചുവോ അങ്ങോട്ട് നീങ്ങി അന്ധമായ അനുകരണത്തിന് പിന്നാലെ പാഞ്ഞ് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വാരിക്കൂട്ടി അള്ളാഹു കനിഞ്ഞു നൽകിയ ചിന്തയും കാഴ്ചയും കേൾവിയും അടിയറ വെച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും ഈ വിലാപത്തിന് അർഹരായി മാറുക എന്നുള്ളത് നാം ഓർക്കുക. ഇവിടെയാണ് ഇതിന്റെ പ്രസക്തി എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ 2 വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് അൽ-ലാലിം എന്ന വാക്ക്, മറ്റൊന്ന് ഫുലാൻ എന്ന വാക്ക്.
അല്ലാലിം എന്ന വാക്കിന് അക്രമി എന്നാണല്ലോ അർത്ഥം. ഫുലാൻ എന്ന് പറഞ്ഞാൽ പേര് വ്യക്തമാക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫുലാൻ. ഒരാളുടെ പിതാവിന്റെ പേരറിഞ്ഞുകൂടെങ്കിൽ ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന ഒരു പ്രയോഗം അറബി ഭാഷയിലുണ്ട്. ഇന്ന ആളിന്റെ മകൻ ഇന്നയാൾ. ആ പ്രയോഗമാണ് ഇവിടെ ഫുലാൻ എന്ന പ്രയോഗത്തിലൂടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് രണ്ടും നാം ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് മാത്രം ചൂണ്ടപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിയായാലും കക്ഷിയായാലും ആരായാലും ശരി, അവരെല്ലാവരും ഈ അല്ലാലിം ഫുലാൻ എന്നുള്ള പ്രയോഗത്തിന്റെ വൃത്തത്തിൽ വരും, ഉള്ളിൽ വരും എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വിജയത്തിന് നിദാനമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നാം പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നതിനപ്പുറം മറ്റു പലതിലേക്കും നാം പോകുമ്പോഴാണ് പൈശാചികമായ മാർഗം നാം പേറുന്ന അവസ്ഥയുണ്ടാവുക. പിശാചിനൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? കൊണ്ടുപോയി വഴികേടിലേക്ക് ചാടിച്ചിട്ട് മാറിക്കളയുക. അത് പിശാചിന്റെ സ്വഭാവമാണ്. അത് കൃത്യമായി ഖുർആൻ പറഞ്ഞത് ഇത് തന്നെയാണ്. കൈവെടിഞ്ഞു കളയും. എത്രയോ രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ മരണാനന്തര ജീവിതത്തിൽ പോലും കൈയൊഴിയുന്ന രംഗം ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ ആ പിശാചിനെ നാം കരുതിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പൈശാചികതയാണ് പലപ്പോഴും നമ്മളെ അരുതായ്മകളിലേക്ക് കൊണ്ടുപോയി കൂട്ടുക. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, നാം ആരുടെ ഒപ്പമാകണം? ആരുടെയെങ്കിലും ഒപ്പമായാൽ മതിയോ? അതല്ല ഖുർആന്റെ ഒപ്പമായിരിക്കണമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ ഒപ്പമായിരിക്കണോ? അതല്ല ഏതെങ്കിലും പേര് പരാമർശിക്കപ്പെടുന്ന ശൈഖുനമാരുടെയും ഉസ്താദുമാരുടെയും പിന്നാലെ ഒപ്പം നീങ്ങലാണോ? എവിടെയാണ് നാം നിൽക്കേണ്ടത്? നാം ആരുടെ ഒപ്പമായിരിക്കണം? അതാണ് ഈ വചനം വെളിച്ചം വീശുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആ പ്രയോഗങ്ങളൊക്കെ. കൃത്യമായി പറഞ്ഞ ആ പ്രയോഗങ്ങളൊക്കെ അത് തന്നെയാണ്. എന്ത്? ഞാൻ റസൂലിന്റെ ഒപ്പം ആ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇതെവിടെയാ പറയുന്നതെന്നാണ് ഓർക്കേണ്ടത്. റസൂലിന്റെ ഒപ്പം മാർഗം സ്വീകരിക്കേണ്ടത് മരണശേഷം ഖിയാമത്ത് നാളിലെത്തിയിട്ടല്ല. റസൂലിന്റെ ഒപ്പമുള്ള മാർഗം സ്വീകരിക്കേണ്ടത് ഈ ലോക ജീവിതത്തിലാണ്. ഇടയ്ക്കിടെ അടിക്കടി എത്ര ഉത്ബോധനങ്ങൾ കേട്ടാലും നമുക്ക് നാം ചെവിക്കൊള്ളാൻ തയ്യാറില്ല. നാം പോകുന്ന പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ആരുടെ പിന്നാലെയാണോ അന്ധമായി പോകുന്നത് അവരുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും നിങ്ങൾ പിൻപറ്റും. എത്രത്തോളം അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ പിന്നാലെ നിങ്ങളും പോകും എന്ന് നമ്മളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മൾ പോകേണ്ടത് പ്രവാചകനൊപ്പമാണ്, ഖുർആനൊപ്പമാണ്, മറ്റൊന്നിനുമൊപ്പമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ ആവശ്യമായി കൊണ്ടിരിക്കുകയാണ് മറ്റെന്നത്തെക്കാളും. കാരണം അന്ധവിശ്വാസങ്ങളുടെയും ചൂഷണങ്ങളുടെയും പല രൂപത്തിലുള്ള കാര്യങ്ങൾ മുന്നിൽ വന്ന് മാടി വിളിക്കുമ്പോൾ അറിയാതെ നാം അതിൽ പെട്ടുപോവുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം അതിലേക്ക് എടുത്തു ചാടുകയാണ്. റസൂലിന്റെ വഴി വേറൊന്ന്, ഖുർആൻ പഠിപ്പിച്ച മാർഗം മറ്റൊന്ന്, നമ്മൾ പോകുന്നത് വേറൊരു വഴി. നാം ആലോചിക്കണം നമ്മളെ കുറിച്ച്. നാം ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ ഈ വിരല് കടിക്കുന്ന അവസ്ഥയും അവിടെ നിന്ന് വിലപിക്കുന്ന അവസ്ഥയും ഒക്കെ പറഞ്ഞുകൊണ്ട് നാലാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെതിരെ സംസാരിക്കുന്നതാണ് പരലോകത്ത്. ആരാണ് പ്രവാചകൻ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പ്രവാചകന് നമ്മളോടുള്ള കടമയെക്കുറിച്ച്, കാഴ്ചപ്പാടിനെ-കുറിച്ച്, സമീപനത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. ആ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് പ്രവാചകന് പ്രയാസമാണ്.
നിങ്ങൾ ക്ലേശപ്പെടുന്നത് അസഹനീയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ്. നിങ്ങളുടെ നന്മയുടെ താല്പര്യം, നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്ന താല്പര്യം, നിങ്ങൾ നരകത്തിൽ നിന്ന് കരകയറണം എന്നുള്ള താല്പര്യം, അത്രമാത്രം താല്പര്യമുള്ള, നിങ്ങളെക്കുറിച്ച് അതീവ താല്പര്യമുള്ള, നിങ്ങൾ വിഷമിക്കുന്നതും ബേജാറാകുന്നതും പ്രയാസപ്പെടുന്നതും സഹിക്കാൻ പറ്റാത്ത പ്രവാചകൻ, ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളായ ആളുകളോട് കനിവും ദയയും ആർദ്രതയും ഉള്ള ആളാണ് എന്നാണ്, കരുണയുള്ള ആളാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയുന്നത്. എന്തിന്റെ പേരിൽ? ഖുർആൻ മാറ്റി വെച്ചുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ. ഖുർആൻ കയ്യിലേന്തി അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ വഴികാട്ടിയാക്കുന്നതിന് പകരം കണ്ടതിന്റെ ഒക്കെ പിന്നാലെ പരക്കം പാഞ്ഞ് കണ്ടവര് പറയുന്നതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ ദീനാണെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പാഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നമ്മളോട് അതീവ താല്പര്യമുള്ള, അതുപോലെ തന്നെ നാം ക്ലേശിക്കുന്നത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെതിരെ സാക്ഷി. പ്രിയമുള്ളവരെ, എന്തിന്റെ പേരിൽ? ഖുർആന്റെ പേരിൽ, വിശുദ്ധ ഖുർആന്റെ പേരിലാണ്. എന്താ പറയുന്നത്? ആ പ്രയോഗം ശ്രദ്ധിക്കണം. ഇന്ന ഖൗമി, എന്റെ ഈ ജനത. ആരാണ് പ്രിയമുള്ളവരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമ് നമ്മളാണ്. നിങ്ങൾക്ക് സംശയണ്ട, നമ്മളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമ്. എന്റെ ഖൗമ്, എന്റെ ഉമ്മത്ത്. ഇതാണ് പ്രവാചകന്റെ ചിന്ത. ആ പ്രവാചകനാണ് പറയുന്നത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉച്ചരിച്ചവരാണ് എന്റെ ഖൗമ്. ആ ഖൗമിനെ കുറിച്ചാ പറയുന്നത്. വേറൊരു ഖൗമി ഖുർആൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ ഖുർആൻ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടില്ല, അതിൽ വിശ്വസിച്ചിട്ടില്ല. ആ ഖുർആനുമായി വന്ന, വേദഗ്രന്ഥവുമായി വന്ന പ്രവാചകനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല. മറിച്ച് ഇതെല്ലാം ചെയ്തവരാണ്. പക്ഷേ ഈ ഖുർആനെ മാറ്റിവെക്കുകയായിരുന്നു അവർ. അവരുടെ ജീവിതത്തിൽ ഒരു രംഗത്തും ഖുർആനെ കാണുമായിരുന്നില്ല. തോന്നിയ മാതിരിയായിരുന്നു അവരുടെ ജീവിതം. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ആ വിശ്വാസം തോന്നിയതുപോലെയാണ്. അവർ ആരാധനകൾ അനുഷ്ഠിച്ചിരുന്നു, ആ ആരാധനകൾ തോന്നിയ പോലെയാണ്. അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ, ഖുർആന്റെയും സുന്നത്തിന്റെയും നിർദ്ദേശമുണ്ടോ എന്നൊന്നും നോക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊന്നും തോന്നുന്നില്ലേ? നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ? നമ്മളുടെ പ്രവാചകൻ നമുക്കെതിരെ പരലോകത്ത് ഖുർആന്റെ പേരിൽ എതിർ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നുന്നില്ലേ നമുക്ക്? നാം ചിന്തിക്കണം, നമ്മളെ കുറിച്ച് ആലോചിക്കണം, നമ്മളെ കുറിച്ച്. ആ ഒരവസ്ഥ ഉണ്ടാക്കരുത്. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരേ ഒരു ചിന്ത തന്റെ ഉമ്മത്ത് എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് പോലും ഖിയാമത്ത് നാളിൽ നഫ്സി നഫ്സി എന്നാണ് പറയുന്നത്. ഉലുൽ അസ്മ എന്നറിയപ്പെടുന്ന 5 പ്രവാചകന്മാരുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാർക്കാണ് ഉലുൽ അസ്മ എന്ന സവിശേഷതയ്ക്ക് അർഹരായിട്ടുള്ളത്. ഇതിൽ നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും ഒക്കെ പരലോകത്ത് വിലപിക്കുന്നത് സ്വന്തം കാര്യത്തെ, സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള വിലാപമായിരിക്കുമെങ്കിൽ, പറച്ചിലായിരിക്കുമെങ്കിൽ, വിളംബരമായിരിക്കുമെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം നഫ്സി നഫ്സി എന്നല്ല, ഉമ്മത്തി ഉമ്മത്തി എന്നാണ്. എന്റെ സമുദായം, എന്റെ സമുദായം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹൗദുൽ കൗസറിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ ചേർത്ത് വായിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ പറഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി, അതെന്റെ ഉമ്മത്താണ്, എന്റെ ഉമ്മത്താണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോഴാ പറഞ്ഞത് നിന്റെ കാലശേഷം അവരെന്തൊക്കെ വിദഅത്തുകൾ ഉണ്ടാക്കിയെന്ന് നിനക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന അവസ്ഥ. ആ ഉമ്മത്ത് എന്നുള്ള ചിന്ത, ആ ചിന്തയുള്ള പ്രവാചകനാണ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറയുന്നത്. അപ്പൊ നാം ചിന്തിക്കുക, ആലോചിക്കുക, നാം എപ്പോഴും ഖുർആന്റെ ഒപ്പമാവുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമാവുക.
ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചുപോയ പ്രവാചകന്റെയും ഖുർആന്റെയും അധ്യാപനങ്ങളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുപോയ ആ ഉത്തമ നൂറ്റാണ്ടുകളിലെ ഉത്കൃഷ്ടന്മാരായ ആളുകളോടൊപ്പമാവുക. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ടാണ്. പിന്നെ അതിന്റെ അടുത്ത നൂറ്റാണ്ടാണ്, പിന്നെ അതിന്റെ അടുത്ത നൂറ്റാണ്ടാണ്. ഇതിനാണ് ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് മതമായി നാം ആവാഹിക്കുകയും അത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഞാൻ അതിലേക്ക് പോവുകയല്ല. അപ്പൊ നാം ആലോചിക്കണം, അതാ അവരോടൊപ്പമായിരിക്കണം നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധന, അനുഷ്ഠാന കർമ്മങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യവും. തന്നെയുമല്ല, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ ആരാണോ നമ്മളുടെ ചങ്ങാതി, ആരോടൊപ്പമാണോ നാം ഉണ്ടാവുക, അവരുടെ ഒപ്പമായിരിക്കും നമ്മൾ. ഈ ലോകത്ത് ആരുടെ ഒപ്പമായിരുന്നുവോ അവരുടെ ഒപ്പമായിരിക്കും നമ്മളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നതായി ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, യുഹ്ശറുൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യനെ പരലോകത്ത് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും, അവന്റെ സ്നേഹിതന്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും നോക്കണം അവന്റെ സ്നേഹിതൻ ആരാണ്, അവന്റെ ചങ്ങാത്തം ആരോടാണ് എന്ന്. പ്രിയമുള്ളവരെ, നമ്മളുടെ ആ സ്നേഹിതൻ, നമ്മളുടെ ആ ചങ്ങാത്തം, നമ്മളുടെ ആ ഖലീല് ആരായിരിക്കണം? മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ആരുടെ കൂടെയാണോ അവരോടൊപ്പം ഉണ്ടാവും. അത് ചിലപ്പോ നമ്മുടെ മരണാനന്തര ജീവിതത്തെ, അതിന്റെ ഗതിവിഗതികളെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇതൊക്കെയാണ് ഈ വചനത്തിന്റെ സാരം നാം ഉൾക്കൊള്ളേണ്ടത്. ഒരു ചെറിയ വിലാപമൊന്നും അല്ലത്. കാരണം തിരുത്താൻ സമയമില്ലാത്ത, മാറ്റാൻ സമയമില്ലാത്ത, ഒന്ന് മാറി നിന്ന് നന്നാകണമെന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത ഒരവസ്ഥയിൽ ഉള്ള വിലാപമാണ് അതെന്ന് തിരിച്ചറിയാം. അപ്പം മാറ്റേണ്ടതും മാറേണ്ടതും തിരുത്തേണ്ടതും ഇവിടെയാണ്, ഈ ലോക ജീവിതത്തിൽ വെച്ചാണ്. അവരാണ് സൗഭാഗ്യവാന്മാരായി മാറുക. അല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ശരി, അത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്റെ പിൻബലം എന്താണ്? ഖുർആന്റെ പിൻബലമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ പിൻബലമുണ്ടോ എന്നുള്ള പരിശോധനയാണ് നാം എപ്പോഴും നടത്തേണ്ടത്. ഇല്ലെങ്കിൽ ഈ വിലാപത്തിന് നമ്മളും വിധേയരാകും പരലോകത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ അവതരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ, അവിടെ രണ്ട് വാക്കുണ്ട്. ഒന്ന് അള്ളാലിം എന്നുള്ളതും ഫുലാൻ എന്നുള്ള വാക്കുമുണ്ട്. അത് ഈ വചനം അവതരിക്കുന്ന വേളയിൽ നിശ്ചിതമായ നിലയിൽ ഒരു വ്യക്തിയിലേക്കാണ് ആ സംഗതി പോയത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചങ്ങാത്തം സ്വീകരിച്ച് സ്നേഹബന്ധം കൂട്ടി ആ പ്രവാചകനോടൊപ്പം ജീവിച്ച് സ്വർഗത്തിലെത്താൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്നേഹിതന്റെ നിർബന്ധത്തിനും ഇംഗിതത്തിനും അവന്റെ ഇഷ്ടം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് പ്രവാചകനോടുള്ള ബന്ധം ഒഴിവാക്കിക്കൊണ്ടുപോയ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ വചനം അവതരിച്ചത്. എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ആ 3 വചനങ്ങൾ, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല എന്നത് വരെ ഉള്ള ഈ വചനങ്ങൾ അവതരിക്കാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടം, ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നാളുകൾ, മർദ്ദനങ്ങളും പീഡനങ്ങളും യാതനകളും വേദനകളും പ്രവാചകൻ അനുഭവിക്കുന്നു. പ്രവാചകന്റെ ഒപ്പം വിശ്വാസികളായ വിരലിലെണ്ണാവുന്ന ആളുകളും അനുഭവിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഖുറൈശികളിൽ നിന്ന് ചിലർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം ഉൾക്കൊള്ളുന്നില്ലെങ്കിലും മുഹമ്മദ് എന്ന വ്യക്തിത്വത്തോട് വലിയ ആദരവും ബഹുമാനവും തോന്നി അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ സദാ വന്നിരിക്കുകയും ആശയവിനിമയം നടത്തുകയും വിശ്വസിച്ചില്ലെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള ചില ഖുറൈശികൾ ഉണ്ടായിരുന്നു. ആ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്. അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്, ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്, അതാണ് അദ്ദേഹത്തിന്റെ പേര്.
അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വരും, ഇരിക്കും, സംസാരിക്കും. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കുന്നുണ്ട്, താങ്കൾ വരണം, അതിൽ പങ്കെടുക്കണം. ഇതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹം വിശ്വാസി അല്ലാത്തത് കൊണ്ട് ആ ക്ഷണം സ്വീകരിക്കാൻ പ്രയാസം പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇസ്ലാം സ്വീകരിച്ചു. എന്നുവെച്ചാൽ ഷഹാദത്ത് ചൊല്ലി, കലിമ ചൊല്ലി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഈ വിരുന്നിന്റെ ദിവസം അടുത്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ ഉറ്റ ചങ്ങാതി ഉണ്ടായിരുന്നു. ആ ചങ്ങാതിയുടെ പേര് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന, രണ്ടും ഖുറൈശി പ്രമുഖന്മാരാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉബയ്യ് ഇബ്നു ഖലഫ് ഈ വിവരം അറിഞ്ഞിട്ട് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനെ സമീപിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് പണിയാ ചെയ്തത്? നീ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചു അല്ലേ? എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ അയാള് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവുമായുള്ള ആ ബന്ധം, ഉബയ്യ് ഇബ്നു ഖലഫ് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനോടുള്ള ബന്ധം ഇല്ലാതാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ മുന്നിൽ അദ്ദേഹം അടിയറ പറയുകയാണ്. അടിയറ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞെന്നറിയോ? ശരിയാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെങ്കിൽ മുഹമ്മദിന്റെ മതം ഞാൻ പ്രഖ്യാപിച്ചത് ശരിയാണ്. പക്ഷേ അതെന്തിനാണെന്നറിയുമോ? ഉടനെ ചുവട് മാറ്റുകയാണ് അദ്ദേഹം. എന്തിനാണെന്നറിയുമോ? ഞാൻ മുഹമ്മദിനെ വിരുന്നിന് ക്ഷണിച്ചു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാന്യനാണല്ലോ, ഖുറൈശികളിൽപ്പെട്ട ഒരാൾ തന്നെയല്ലേ. അദ്ദേഹം എന്റെ ക്ഷണം നിരസിച്ചത് എനിക്ക് ലജ്ജയായി തോന്നി. അദ്ദേഹം വരണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. വരണമെങ്കിൽ ഇതാണ് അതിന്റെ പരിഹാരം എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, അല്ലാതെ ഞാൻ മതമൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, നീ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ, നീ ഇനിയും എന്നോടുള്ള സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യണം, അല്ലെങ്കിൽ നീയുമായിട്ടൊരു ബന്ധവും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫ് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനോട് പറഞ്ഞു, നീ മുഹമ്മദിന്റെ അടുക്കൽ പോകണം, മുഹമ്മദിനെ കണ്ടാൽ അവന്റെ പിരടിക്ക് ചവിട്ടണം, അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം. ഈ രണ്ട് കാര്യവും നീ ചെയ്യുമെങ്കിൽ നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കും, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കും. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് അവസാനം പ്രവാചകൻ എന്ന് പറയുന്ന മഹാനായ സ്നേഹിതനെ കൈവിടുകയാണ്. കൈവിട്ടിട്ട് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ചങ്ങാതിയുടെ പിന്നാലെ പോവുകയാണ്. ആ ചങ്ങാതി പറഞ്ഞതനുസരിച്ച് ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് പ്രവാചകന്റെ പിരടിക്ക് ചവിട്ടി, മഹാനായ പ്രവാചകന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അത് വടിച്ചു മാറ്റിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇവരുടെ തലയിൽ വാള് വീഴുന്നത് കാണാതെ എനിക്ക് ഭരണമുണ്ടാവില്ല. അത്രയേറെ പ്രയാസം പ്രവാചകൻ ഉണ്ടായി. എന്താ ഈ പറയുന്നത്? എന്തിനു വേണ്ടിയാണിത്? ഇങ്ങനെയൊക്കെ അനുഭവിച്ചതാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ. ആ പ്രവാചകന്റെ സ്നേഹം ഇങ്ങനെ കാട്ടിക്കൂട്ടലായി മാറരുത്. ആ പ്രവാചകൻ ആരാണെന്ന് പഠിക്കണം. ആ പ്രവാചകന് നമ്മളോടുള്ള ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. അല്ലാതെ കുറെ കാട്ടിക്കൂട്ടൽ, സ്നേഹം കഴിഞ്ഞു, ഇനി 1 വർഷം കഴിയണം ആ സ്നേഹം ജ്വലിക്കണമെങ്കിൽ പോരാ. ആ സ്നേഹം 24 മണിക്കൂറും ഓരോ വിശ്വാസിയും ശ്വാസം വിട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ സ്നേഹം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. ഇല്ലെങ്കിലാണ് ഈ വിലാപത്തിലേക്കൊക്കെ നമ്മൾ എത്തുക. ആകട്ടെ, അങ്ങനെ ചെയ്തു. സംഭവിച്ചത് എന്താ? ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ബദർ യുദ്ധത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു. റസൂലിന്റെ വാക്ക്. ഉബയ്യ് ഇബ്നു ഖലഫ് ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നാണ് ഉഹദ് യുദ്ധത്തിൽ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഒരു കുത്തേറ്റ് അദ്ദേഹവും നരകാവകാശിയായി. ഇതാണ് ഈ സംഭവം. അതുകൊണ്ടാണ്
ആ അക്രമി എന്ന് പറഞ്ഞത് ഈ മനുഷ്യനെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഫുലാൻ എന്ന് പറഞ്ഞത് ഈ ഉബയ്യ് ഇബ്നു ഖലഫിനെ കുറിച്ചാണെന്ന് മുഫസ്സിർ പറയുന്നത്. പക്ഷേ ആ ഒരു ഉഖബത്ത് ഇബ്നു മുഅയ്ത്തും ആ ഒരു ഉബയ്യ് ഇബ്നു ഖലഫിലും പരിമിതപ്പെടുത്തണ്ട. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തുമാരും ഉബയ്യ് ഇബ്നു ഖലഫുമാരും ഇന്നും സമൂഹത്തിലുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ വിലാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ സന്ദേശമാണ് സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നാം പ്രവാചകനോടൊപ്പമാണ്, ഖുർആനോടൊപ്പമാണ് എന്ന് ഉറപ്പ് വരുത്തുക ജീവിതത്തിലൂടെ നീളം. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. സാധാരണ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, പൂച്ചക്കാര് മണി കിട്ടും. ഒരു വല്ലാത്ത ചൊല്ലാണ്, ഒരുപാട് ആശയമുള്ളതാണ്. അതുപോലെ അതൊന്ന് മാറ്റി നമ്മൾ പറഞ്ഞാൽ ഇസ്രായേലിനെ ആര് മൂക്ക് കയറിടും എന്നൊന്ന് മാറ്റി പറയേണ്ട സ്ഥിതിവിശേഷമായിക്കൊണ്ടേയിരിക്കുകയാണ്. വിഷയം ഒരുപാടൊന്നും പരത്തി പറയേണ്ട ആവശ്യമില്ല. കാണുന്നവരും കേൾക്കുന്നവരും വായിക്കുന്നവരുമാണ് നമ്മളൊക്കെ. ഇവിടെ ഗസ, ഫലസ്തീനികൾ അവരെ ഒരു കോലത്തിലാക്കി. പിഞ്ചു കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നു. അവിടുത്തെ നിരപരാധികളായ മനുഷ്യരുടെ രക്തം കൊണ്ട് ആ മണ്ണ് ചുവപ്പിച്ചു. തകർക്കാവുന്നതെല്ലാം തകർത്തു. അതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ ജൂതന്മാർക്ക്, ഇസ്രായേലികൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല. ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കണം എപ്പോഴെങ്കിലും, എന്നാലേ അവർക്ക് നിക്കക്കള്ളി ഉണ്ടാവുള്ളൂ. അങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അവസാനം ഇപ്പൊ ഖത്തറിന്റെ നേർക്കായി ചൊറിച്ചില്. എന്നുവെച്ചാൽ അറബ് രാഷ്ട്രങ്ങളുടെ നേർക്കാണ് ആ ദംഷ്ട്രങ്ങൾ നീങ്ങുന്നത്. നിസ്സാരമായി കാണാൻ കഴിയില്ല. ആരൊക്കെയാണോ ഇതിന് പിൻബലം കൊടുക്കുന്നത്, നിശബ്ദമായി നിന്നുകൊണ്ട്, പിന്നിൽ നിന്നുകൊണ്ട്, എന്നാൽ മുന്നിൽ ഞാനില്ല എന്ന് വരുത്തിക്കൊണ്ട് ആരൊക്കെയാണോ ചെയ്യുന്നത്, അവരൊക്കെ ഈ കുറ്റത്തിൽ പങ്കാളികളാണ്. ഏതൊക്കെ രാഷ്ട്രങ്ങളായാലും ആരൊക്കെ ആയാലും കൊള്ളാം. അപ്പം അറബ് രാഷ്ട്രങ്ങൾ ഇനിയെങ്കിലും ഉണർന്നെഴുന്നേൽക്കും എന്ന് തോന്നുന്നു. ഇന്നത്തെയൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ വല്ലാത്ത ഒരു ഇതല്ലേ ചെയ്തത്. എന്തിനാണ് അങ്ങോട്ട് വിട്ടത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരായി കുറച്ചു പേരൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ മധ്യസ്ഥത വഹിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഒരു നാട്, ആ നാട്ടിൽ മധ്യസ്ഥതയ്ക്ക് ചർച്ചയ്ക്ക് വേണ്ടി ചെന്നവരെ അവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് വ്യോമാക്രമണം നടത്തി നശിപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ലോകത്ത് എവിടെ, ഇസ്രായേലിന്റെ അല്ലാതെ ആർക്കെ ഇത് ചെയ്യാൻ കഴിയും? അവരെ ചെയ്യൂ. അതാണ് അവരുടെ ധാർഷ്ട്യത, അതാണ് അവരുടെ ധിക്കാരം. ആരുണ്ട് എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴും ഓരോന്ന് ചോദിച്ചുകൊണ്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഈജിപ്ഷ്യൻ ചിന്തകനായ മുഹമ്മദ് ഗസ്സാലി എന്ന് പറയുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ കാന സാഹിബുൽ ബൈത്തി ജബാനൻ, ഒരു വീട്, ആ വീടിന്റെ ഉടമസ്ഥൻ ഭീരുവായി കഴിഞ്ഞാൽ, വല്ലിസ്സു ജരീഅൻ, ആ വീട് കൊള്ളയടിക്കാൻ വന്ന കള്ളൻ ധീരതയുള്ളവനുമായി കഴിഞ്ഞാൽ, ഫൽ ബൈത്തു ളായിഉൻ ലാ മഹാല, ആ വീട് കവർച്ച ചെയ്ത് കൊണ്ടുപോകും, അതിലൊരു സംശയമില്ല. ഇതുപോലെയാണ് അവസ്ഥ. ചിന്തിക്കണം, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതിന് ഇനിയെങ്കിലും ഈ ഉറക്കം അവസാനിപ്പിച്ച് നീങ്ങിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അനങ്ങി. ഇനി ഇതൊരുമാതിരി ചർച്ചയും കാര്യമൊക്കെ വന്ന് അങ്ങോട്ട് കെട്ടടങ്ങും. എന്നിട്ട് പിന്നീട് ഇസ്രായേൽ അതിന്റെ തോന്നിവാസം പിന്നെയും ചെയ്യാൻ തുടങ്ങും.
അപ്പം ഏതായിരുന്നാലും ഒരു 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 സമാധാനം ഉണ്ടായത്, ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതിന് ലോകത്ത് ആരും തന്നെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം. എന്നാലും പിന്നിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞവർ ഞങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ശൈലി ഇത് പോരാ. വ്യക്തമാക്കി നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. ഒരു അപലപിക്കൽ കൊണ്ട് തീരുന്ന പ്രശ്നമല്ലത്. കാരണം ഖത്തർ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട രാജ്യം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ പട്ടിണിയുള്ളവരെന്നല്ല അർത്ഥം, മറിച്ച് നന്മ മാത്രമാണ് അവറ്റകളിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാകാറുള്ളത്. വേറെ ഒന്നും നമ്മൾ ഇതുവരെ അവരെ കുറിച്ച് കേട്ടിട്ടില്ല. അവരാണ് ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചവർ. അവരാണ് ഫലസ്തീനിലെ വിശപ്പടക്കാൻ വേണ്ടി പ്രയത്നിച്ചവർ. അവരാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും നിരപരാധികളായ സ്ത്രീകളുടെയും ചോരയിൽ കുതിർന്ന ഈ മണ്ണിനെ സ്വതന്ത്രമാക്കാതെ നിങ്ങളുമായി ഒരു സഖ്യത്തിനുമില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ആ രാഷ്ട്രമാണ്, ആ രാജ്യമാണ് കൃത്യമായി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ മുന്നോട്ട് പോയി. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനത്തിന്റെ സന്ദർഭങ്ങൾ ഈ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം 2023 ഒക്ടോബറിന് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഖത്തറും ഈജിപ്തിനുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ വെറുതെ ചൊറിഞ്ഞതല്ല, മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. നിങ്ങൾ നിർത്തിക്കോ ഇത് എന്നുള്ള മുന്നറിയിപ്പാണ്. ഇല്ല, നിർത്തൂല. നിർത്താൻ കഴിയുകയുമില്ല. ഏതോ ആകട്ടെ, പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ കഴിയുക മുസ്ലിം ഉമ്മത്തിന്റെ, ലോക മുസ്ലിമീങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമാധാനത്തിനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രം. നമുക്കല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഫലസ്തീനിലെ സഹോദരന്മാർക്കായിരുന്നാലും ശരി, ഇതുപോലെ അറബ് രാഷ്ട്രങ്ങളുടെ നേരെ നീളുന്ന ഈ അവസ്ഥയിലായിരുന്നാലും ഇതേ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തിനെ അവരുടെ ശത്രുക്കളിൽ നീ സഹായിക്കണമേ. ഫലസ്തീനിലെ നിരപരാധികളായ ഇനി ജീവിച്ചിരിക്കുന്നവരെങ്കിലും റബ്ബേ അവർക്ക് നീ മോചനം നൽകണമേ. ഇസ്രായേലിന്റെ ഈ ദാർഢ്യതയും ധിക്കാരത്തിനും നീ അറുതി വരുത്തണമേ തമ്പുരാനെ. നമ്മൾ പ്രാർത്ഥിക്കാതെ മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. ആ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ഇപ്പം മാത്രം ഞാൻ പറയുമ്പം മാത്രം ആമി പറഞ്ഞാലൊന്നും പോരാ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. കാരണം ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ, ആ ഫലസ്തീനിൽ ആ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചെറിയ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് കുറേശ്ശെ ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന തിരിച്ചറിവ് എപ്പോൾ നമുക്കുണ്ടാകുന്നുവോ അപ്പോൾ നാം ഈ പ്രാർത്ഥനയൊക്കെ അറിയാതെ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ സുഖിച്ചിങ്ങനെ പോകും. ഇതായിരിക്കും സംഭവിക്കുക. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾക്ക് അറുതി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ കളക്ഷന്റെ ദിവസമാണെന്ന് റിലീഫ് ഫണ്ടിലെ അക്കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതോടൊപ്പം സൂചിപ്പിക്കാനുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രിയങ്കരനായ MK മുനീർ സാഹിബ് വളരെ പ്രയാസമായി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട വിവരം നമ്മളൊക്കെ വായിച്ചതാണ്. ഈ സമൂഹത്തിനും സമുദായത്തിനും ഏറെ ആവശ്യമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് സിഹത്തും ആഫിയത്തും നൽകുകയും വീണ്ടും ഈ ഉമ്മത്തിന് തന്നാൽ കഴിയുന്ന സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ സുഹൃത്ത് ആൻജിയോപ്ലാസ്റ്റിന് വിധേയനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സമാധാനമില്ലാതെ വിഷമിക്കുന്നവർ, സമ്പത്തിന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഓരോ പ്രദേശത്തു നിന്നും ഉണ്ടാകുന്ന വെല്ലുവിളികൾ അതിജയിച്ചു പോകാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനം പുലരുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നേരിടുന്ന വെല്ലുവിളികളെ അതിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان